അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ചൈനയിൽ നടന്ന ഈസ്റ്റ് ഏഷ്യൻ മുവായ് തായ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് 5ാം സ്ഥാനം നേടിയ തൂർ ആമപ്പൊയിൽ സ്വദേശി പി മുഹമ്മദ് ഇർഷാദിന് ജന്മനാട് സ്വീകരണം നൽകി. ചൊവ്വാഴ്ച രാത്രി 8:15 ട്രെയിനിൽ തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുഹമ്മദ് ഇർഷാദിന് ആമപ്പൊയിൽ ഫെന്റാസ്റ്റിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഇന്ത്യക്കായി 5ാം സ്ഥാനം, നേടിയെടുത്ത ഇർഷാദിന് ആമപ്പൊയിലിന്റെ അഭിവാദ്യങ്ങൾ, ഫന്റാസ്റ്റിക്കിന്റെ അഭിവാദ്യങ്ങൾ. നാടിന്റെയോ ജില്ലയുടെയോ സംസ്ഥാനത്തിന്റെയോ മാത്രമല്ല, രാജ്യത്തിന് തന്നെ അഭിമാനമായിരിക്കുകയാണ് ആമപ്പൊയിൽ സ്വദേശി പി മുഹമ്മദ് ഇർഷാദ്. കഴിഞ്ഞ ആഴ്ച ചൈനയിൽ നടന്ന ഈസ്റ്റ് ഏഷ്യൻ മുവായ് തായ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് ഇർഷാദ് പങ്കെടുത്തത്. വെറുമൊരു പങ്കെടുക്കലിന് അപ്പുറം 5ാം സ്ഥാനം എന്ന മികച്ച നേട്ടത്തോടെയാണ് ഈ കായിക പ്രതിഭ ചൈനയിൽ ആമപ്പൊയിലിന്റെ കയ്യൊപ്പ് ചാർത്തിയത്. ഫെന്റാസ്റ്റിക് ക്ലബിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഇർഷാദ്. അതുകൊണ്ട് തന്നെ ക്ലബിന്റെ നേതൃത്വത്തിലാണ് മടങ്ങിയെത്തിയ ഇർഷാദിന് ജന്മനാട് സ്വീകരണം നൽകിയത്. ചൊവ്വാഴ്ച രാത്രി 8:15 ട്രെയിനിൽ തുവൂരിൽ മടങ്ങിയെത്തിയ അഭിമാനതാരത്തിന് മികച്ച സ്വീകരണമാണ് നൽകിയത്. ചൈനയിലെ ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന മുവായ് തായ് ഈസ്റ്റ് ഏഷ്യൻ കോമ്പറ്റീഷനിലാണ് മത്സരം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ത്യൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ സാധിച്ചതിൽ. അതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു സ്വീകരണം നമ്മുടെ ഫാന്റാസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, എൻ്റെ നാട്ടുകാരും ഈ ഒരു സ്വീകരണം തന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സ്പോർട്സ് മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബും കൂടിയാണ് നമ്മൾ ഫാന്റാസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഇതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സുകൾ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളികളുമായി തുറന്ന ജീപ്പിൽ ആമപ്പൊയിലിലേക്ക് ആനയിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് നിഷാദ് പട്ടേൽ, സെക്രട്ടറി VT ജുനൈദ്, ഭാരവാഹികളായ P ഇംതിയാസ്, സുനീർ മേച്ചേരി, ജിൽസാർ ഖാൻ, മറ്റു പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തുവൂർ.